ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. കാരണം ഞാൻ തിരിച്ച് അഡ്വൈസ് ചെയ്യാറേ ഉള്ളൂ. ഇങ്ങനത്തെ അഡ്വൈസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. പരാതി പറയാൻ പറ്റില്ല. എൻ്റെ 2 ദിവസമായിട്ട് ഞാൻ വിളിക്കുകയാണ്, ആ സാധനം പറയാൻ പറ്റില്ല. അതിന് മുമ്പേ പുള്ളി നമ്മളെ ഇത് ചെയ്തുകളായി. 3 പോയിട്ട് റൂം ഇത്തിരി കിട്ടിയിരുന്നു. അത് ഭയങ്കര അസൂയാവഹമാണത്. ഈ രോമാഞ്ചത്തിലേക്ക് തന്നെ വിളിച്ചായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു ക്യാരക്ടർ. എനിക്ക് പുറത്തിറങ്ങി പോകുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സ്ത്രീകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ വൃത്തികെട്ട വേഷം ചെയ്യണമെന്നൊക്കെ പറയാം. പിന്നീട് അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ മാറി, അങ്ങനെയായിരിക്കാം ഈ ക്യാരക്ടർ മാറിപ്പോയെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. ഡയറക്ടർ പന്നീർ സെൽവത്തിൻ്റെ അസോസിയേറ്റ് ആണ്. അപ്പോൾ ഏതാണ് ഈ പന്നീർ സെൽവം എന്ന് പോലും നമുക്കറിയില്ല. ഗൂഗിളൊക്കെ ഒന്ന് തന്നെ വെറുതെ എടുത്തിട്ട് ഗൂഗിൾ മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വോയിസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യണം, കണ്ടിന്യൂറ്റി, അത് ഇത്. ഇനി നമുക്കതൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീൽഡ് ഔട്ടായി പോകും. നമ്മൾ ചിരിച്ച് അപ്പുറത്തുള്ള മേത്ത് വീട്. വാഴയിൽ ഞാൻ കുറച്ചും കൂടി ഒരു കലിപ്പനായിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്തത്. ആളോട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ആളെ ഡിസ്ട്രോയ് ചെയ്യേണ്ട കാര്യമില്ല. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്. അപ്പോൾ ഓഗസ്റ്റ് 29 ഓടും കുതിര ചാടും കുതിര റിലീസാവുകയാണ്. വിശേഷങ്ങളായിട്ട് എൻ്റെ ഒപ്പം ചേരുന്നു വിനയ് ഫോർട്ട്, അൽതാഫ് ക, അനുരാജ് ആൻഡ് സുരേഷ് ഏട്ടൻ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. ശരിക്കും ഓടും കുതിര ചാടും കുതിര നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ഫ്രേസാണ്. ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നുള്ളത്. ഈ ഒരു പേരിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താ ശരിക്കും? ഇല്ല, ഈ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു മീൻസ് കുതിരയായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ കഥാപരമായിട്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് ഓടും കുതിര ചാടും കുതിര പെട്ടെന്ന് കിട്ടിയപ്പോൾ സ്ട്രൈക്കായി. അപ്പോൾ ഇത് ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ട് അത് ഇട്ടു. എന്തെങ്കിലും ഒരു ഫാന്റസി എലമെന്റ് സിനിമയിലുണ്ടോ? അതായത് ഒരു ഡ്രീമിനെ പറ്റിയും വെള്ള കുതിരയെ പറ്റിയൊക്കെ ട്രailer പറയുന്നുണ്ടല്ലോ. മീൻസ് ഒരു അങ്ങനത്തെ ഒരു എലിമെന്റ് ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഫാന്റസി ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ഫാന്റസി അല്ല. അല്ല, ഫാന്റസി അല്ല പടം. പടം നോർമലായിട്ടുള്ളൊരു ഇത് മാത്രമാണ്. ട്രailer മൊത്തം അനുരാജിന്റെ പേരാണ്. ട്രailer കണ്ടാൽ നമുക്ക് കുറേ അധികം അനുരാജിന്റെ പേര് വരുന്നുണ്ട്. സോ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ക്യാരക്ടർ ഓറിയന്റഡ് ആണ് ശരിക്കും ഈ ഓടും കുതിര ചാടും കുതിര? എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഞാനിപ്പോൾ ചെയ്തു തന്ന ക്യാരക്ടർ വാഴയിൽ ഞാൻ കുറച്ചും കൂടി ഒരു കലിപ്പനായിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്തത്. അത് വെച്ച് എനിക്ക് ഇതിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വേറൊരു പരിപാടിയായിരുന്നു. കുറച്ചും കൂടി ഒരു ചാടിത്തുള്ളി നിൽക്കുന്ന, കുറച്ച് ഇച്ചിരി ഓവറായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി. അത് എല്ലാവർക്കും ആ ഒരു സ്വഭാവം ഉണ്ട് ക്യാരക്ടേഴ്സിന്. ചെറിയൊരു എന്ന് വെച്ചാൽ വന്ന ഭയങ്കര ഹൈപ്പറും അല്ല എന്ന ഇതായിട്ടുള്ള ആ ലോകത്ത് ഇച്ചിരി ഹൈപ്പറായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, ചെറിയൊരു വട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഫാദറിലൂടെ ആ കൂടെ നിൽക്കുന്ന ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് ആ പേരെപ്പോഴും ആളെ വിളിക്കുന്നത്. കൂട്ടുകാരൻ പരിപാടിയല്ല, പക്ഷെ ആളുടെ കൂടെ എപ്പോൾ തന്നെ എപ്പോഴും ഉള്ള ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറായിട്ടാണ്. ഫഹദ് എന്നൊരു ആക്ടറെ സംബന്ധിച്ച് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിനൗണ്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ സിനിഫൈൽസ് ഒക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം സ്ക്രീൻ പ്രസൻസ് എങ്ങനെ, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും അങ്ങനെ സ്വപ്നം കാണാത്തൊരു, നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ അതിനെ കാണുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ചില സീനുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആളാണെങ്കിലും നമ്മുടെ അടുത്ത് അതെങ്ങനെ ചെയ്യാം, ഇങ്ങനെ പറയട്ടെ, അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പടം. ചേട്ടാ, എന്താണ് നമ്മുടെ ഓടും കുതിര ചാടും കുതിരയിലെ പരിപാടി? നായിക കല്യാണിയുടെ ഫാദറാണ് സുബീഷ് എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അതാണ് ക്യാരക്ടർ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം തന്നെ കുറച്ച് ചെറിയൊരു പിരി ഇളകിയിട്ടുള്ള അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. മിക്കവാറും എല്ലാ ക്യാരക്ടേഴ്സിനും ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉള്ള ആയിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഹൈപ്പർ അങ്ങനത്തെ പരിപാടിയല്ല, നമ്മൾ നോർമലായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അതിന് എന്തോ ചെറിയൊരു കുഴപ്പമില്ലേ എന്നുള്ളത് നമുക്ക് ഓഡിയൻസിന് തോന്നും എന്ന രീതിയിലാണ് ഇതിനെ അൽതാഫ് ഇതിനെ ഇത് കൊണ്ടുപോയിട്ടുള്ളത്. കല്യാണിയുടെ അച്ഛനായിട്ടാണ്. അതെ. പിന്നെ ചേട്ടാ, രൺബീർ കപൂർ ആയിട്ടുണ്ടെന്നാണ് ട്രailerൽ കണ്ട ഒരു ഹുക്ക്. സോ അതിനപ്പുറത്തേക്ക് എന്താണ് ചേട്ടൻ്റെ ക്യാരക്ടർ ഫഹദുമായിട്ട് എങ്ങനെയാണ് പരിപാടീസ്? എന്താണ്? ഞാൻ ഫാദറിന്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം ഞാൻ ഫാദറിന്റെ കൂടെ 4ാമത്തെ 5ാമത്തെ സിനിമ എന്തോ ചെയ്യുന്നത്.
അപ്പോൾ ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ വർക്ക് ചെയ്ത ഒരു സിനിമയാണ് നമ്മൾ. അപ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു പോയിന്റിൽ ഇത്ര വലിയ കമേഴ്ഷ്യൽ സ്കെയിലിൽ നിൽക്കുന്ന ഒരു സിനിമയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് അൽത്താഫിൻ്റെ കോള് കിട്ടുന്നതും അങ്ങനെ ഇതിൻ്റെ ഭാഗമാകുന്നതും. ആ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇത്ര എൻജോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും. അതിലും ഏറ്റവും സന്തോഷം അത് ഇത്ര ആപ്റ്റായിട്ടുള്ള ഇത് ഭയങ്കര അതായത് സെലിബ്രേഷൻ സിനിമയാണ്. ഇത് ഭയങ്കര ഒരു ഫെസ്റ്റിവലിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഫെസ്റ്റിവലായ ഓണത്തിന് തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഭയങ്കര ഓണത്തിന് നമ്മൾ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് ഈ ലോജിക്കോ ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുക, നമ്മൾ ചിരിച്ച് അപ്പുറത്താളുടെ മേത്ത് വീഴുക എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു സോണിൽ നിൽക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതെ, ട്രെയിലർ തന്നെ ഭയങ്കര കളർഫുൾ ആണ് ആക്ച്വലി. അത് ഭയങ്കര ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര കളർഫുൾ സാധനമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അൽത്താഫ്ക്കയുടെ ഒരു വാക്കുണ്ട്, നമ്മൾ ആ സന്ദർഭങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ ഡ്രാമഡി എന്ന് പറയുന്ന ഒരു പോർഷൻ ഞാൻ ശരിക്കും അതെനിക്ക് ഭയങ്കര ന്യൂ ആയിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ഈ ഡ്രാമഡി സിനിമകൾ ശരിക്കും മുമ്പത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രാമഡിക്ക് ഉദാഹരണം പറയുന്ന 2-3 സീൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? മനസ്സിലില്ല എന്റെ സിനിമയുടെ ആണോ? അല്ലല്ല, ചേട്ടനല്ല, ഞാൻ പറഞ്ഞത് മറ്റു സിനിമകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സീനുകൾ അങ്ങനെ ഉണ്ടോ? കാരണം അത്തരത്തിലുള്ള ഒരു ഡാർക്ക് ഹ്യൂമർ എഴുതുന്ന ടൈപ്പ് ഓഫ് ആളാണല്ലോ. എനിക്ക് ശ്രീനി സാർ തന്നെയാണ് ഇൻസ്പയർ ചെയ്തേക്കണത്. ശ്രീനി സാറിൻ്റെ റൈറ്റിങ്സിൽ വന്ന പരിപാടികൾ ആണ് എനിക്ക് അകത്ത് കയറിയേക്കണത്. അപ്പോൾ ശ്രീനി സാറിൻ്റെ പല പടങ്ങളിലും വരുന്ന സിറ്റുവേഷൻ പരിപാടികളൊക്കെയാണ് ഡ്രാമഡി വിളിക്കാം. ഈ വെർസറ്റൈൽ ടോണിൽ ചിന്തിക്കാറുണ്ടോ ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ? അതായത് ഈ പറയുന്ന റോംകോം അല്ലാതെ ഡാർക്ക് ഹ്യൂമർ അല്ലാത്തൊരു പരിപാടി ഉണ്ട് തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ കുറച്ച് എക്സ്പെരിമെന്റ് അല്ല, ജോണേഴ്സ് ഇനി മാറി കളിച്ചുകൊണ്ടേയിരിക്കും. അത് റൈറ്റിംഗിൽ വരുന്നുണ്ട്. പ്ലൂട്ടോ ഒന്നും നമ്മുടെ റൈറ്റിംഗ്സിലാണോ? അല്ലല്ല, പ്ലൂട്ടോ ഞാൻ അഭിനയിക്കുന്ന സിനിമ. ശരി അനുരാജ്, ഈ കോണ്ടന്റുകൾ നമ്മൾ ചെയ്യുക, അതിന് ഭയങ്കര ജനസ്വീകാര്യത ലഭിക്കുക, അത് വഴി കൂടി സിനിമയ്ക്ക് ഒരു സാധ്യമാവുക എന്നുള്ളത് ശരിക്കും കോണ്ടന്റുകൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സിനിമ എന്നതായിരുന്നു സ്വപ്നം, അതൊരു ടൈം പാസ് മോഡിൽ ചെയ്ത് തുടങ്ങിയാണ്? ടൈം പാസ് അല്ല, സിനിമ അതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യണ ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്ഷനായിരുന്നു താല്പര്യം. ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നിരുന്നതാണ്, എഴുത്ത് ആയിരുന്നു താല്പര്യം. അപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ഒന്ന് സിനിമകളൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ആളത്തെ കേൾക്കാൻ വേണ്ടി അഭിനയിക്കാൻ കയറിയതാണ്. പണ്ട് അഭിനയം ഇഷ്ടമായിരുന്നു, നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ ടീമിൽ ആളത്തെ കേൾക്കാൻ വേണ്ടി അഭിനയിക്കാൻ കയറി. പിന്നെ അത് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ വെബ് സീരീസും കാര്യങ്ങളും ചെയ്ത് പിന്നെ അത് ഭയങ്കര ഇതായി. അപ്പോൾ അങ്ങനെയാണ് സിനിമ. പിന്നെ എനിക്ക് ഞങ്ങൾ ഹോം എന്ന് പറഞ്ഞൊരു മറ്റേ സീരീസാണ്, മറ്റൊരു ഹോം എന്നും പറഞ്ഞിട്ട് ഭയങ്കര വൈറലായതാണ്. അത് കണ്ട് അൻവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ ജിത്തു ചേട്ടൻ എനിക്ക് രോമാഞ്ചത്തിലേക്ക് തന്നെ വിളിച്ചായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു ക്യാരക്ടർ, അത് ചില കാരണങ്ങളോട് അത് ഭയങ്കര നഷ്ടമാണ് എനിക്ക്. അങ്ങനെ അതിലൊരു സീരീസ് കണ്ടിട്ട് തന്നെയാണ് എന്നെ അൽത്താഫ് പടത്തിന് വിളിക്കുന്നത്. ഇപ്പോഴല്ല, ഒരു 4 വർഷം മുമ്പ്. ശരിക്കും ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടീസ് ഒക്കെ കുറെ നാൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്? ഇല്ല, റൈറ്റിംഗ് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ എനിക്കൊന്ന് 2 വർഷമൊക്കെ അല്ലേ? 2 വർഷം ആയിട്ടുള്ളൂ. റൈറ്റിംഗ് സ്റ്റേജ് റൈറ്റിംഗ് എന്നും പറയാൻ പറ്റില്ല, നമ്മളിത് ഓൺലൈൻ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളൊരു കാലതാമസം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. സുരേഷേട്ടാ, പണ്ട് നമ്മള് ഇപ്പൊ സിനിമ കുറെ അധികം മാറി. അതായത് ആളുകള് വില്ലനായാലും നായകനായാലും എന്ത് തരം വേഷമായാലും അതായത് അഭിനയ പ്രാധാന്യം എന്ന് മാത്രമാണ് ചിന്തിക്കുക. പക്ഷെ പണ്ട് അങ്ങനെയല്ല. നമ്മൾ ടി.ജി. രവി സാറിനോടൊക്കെ സംസാരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ആളുകൾ പേടിച്ചോടുകയും ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. സോ കുറച്ചധികം വില്ലൻ റോളുകൾ താങ്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് തരം റിയാക്ഷൻസ് ആയിരുന്നു ആ സമയത്ത്? ഇപ്പോൾ ഓഡിയൻസ് സ്വാഭാവികമായിട്ടും മാറിയിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മിക്കത്തക്ക റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അന്നും ഈ പറയുന്ന പോലെ ഇപ്പോൾ രവിചേട്ടനൊക്കെ കുറേ മുമ്പത്തെ എക്സ്പീരിയൻസ് ആയിരിക്കാം. ചിലപ്പോൾ അന്ന് അത്രത്തോളം സിനിമയാണെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ തിരിച്ചറിയാത്ത ചിലപ്പോൾ ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്കൊന്നും അങ്ങനെയൊന്നും എനിക്ക് പുറത്തിറങ്ങി പോകുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വളരെ അപൂർവം ചില ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഈ മഞ്ഞ് പോലൊരു പെൺകുട്ടി എന്നത് കമൽ സാറിൻ്റെ ചില മൂവിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ സ്ത്രീകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനത്തെ വൃത്തികെട്ട വേഷം ചെയ്യണമെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചോദ്യം. അല്ലാതെ
ചെയ്തത്. ആക്ടിങ് ആണെന്നും നമ്മൾ റിയൽ ലൈഫ് അല്ല കാണിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും തിരിച്ചറിയുന്ന ആൾക്കാരല്ല എല്ലാവരും. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ പിന്നെ നമ്മുടെ ആ കാലഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ജനങ്ങളുടെ കമൻസ് നമ്മൾ നേരിട്ട് അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. മൊബൈൽ ഫോൺ പോലും നമുക്ക് അന്ന് കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം റിയാക്ഷൻസ് ഒന്നും നമ്മൾ നേരിട്ടൊന്നും അങ്ങനെയൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഓക്കെ ചേട്ടാ, ഇപ്പോൾ ഈ മണിരത്നം സാറിന്റെ ഒരു കോളിനെ പറ്റിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിരത്നം സാറിനെ വിളിക്കുന്ന സമയത്ത് സ്റ്റോറിയിൽ ഇവിടെ ഒരു സിനിമ കണ്ടു എന്നും പലതരം വേഷങ്ങൾ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അത് പിന്നെ ഒരു കോള് വരാതെ അത് മുടങ്ങിപ്പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായല്ലോ. അതെ, ശരിക്കും എന്താണ് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരി ആ സമയത്ത്? ഇല്ല, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമല്ല അവർ. അവരുടെ രീതി അങ്ങനെയല്ല. അവർ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള എന്താ പറയുക, ഓരോ കാര്യങ്ങൾക്ക് ഓരോ ക്യാബിൻസും പരിപാടിയും അങ്ങനെ ഓരോരോ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്ന ശേഷം പിന്നെ നമ്മളെ അവർ അറിയിക്കുന്ന നമ്മൾ ഡേറ്റ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ ആ ഡേറ്റ് വേണ്ട എന്നുള്ളത് പറയുന്നൊന്നുമില്ല അവർ. നമ്മൾ ആ സമയത്ത് പിന്നെ വിളിച്ച് നോക്കുമ്പോഴാണ് ആ ഡേറ്റ് മാറിയിട്ടുണ്ട്, ഇനി മിക്കവാറും മാർച്ചിലായിരിക്കും അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും. ഇങ്ങനെ ഒരു 3-4 മന്ത്സോളം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ മേക്കപ്പ് മാൻ ആണ് ആ പടത്തിൻ്റെ മേക്കപ്പ് മാൻ. ഞാൻ പറയുന്നത് കടൽ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അതെ അതെ, അന്ന് പുള്ളി കഥ പറയുമ്പോൾ അരുൺ സ്വാമി ഒന്നുമില്ല അതിനകത്ത്. പിന്നീട് അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ മാറി, അങ്ങനെയായിരിക്കാം ഈ ക്യാരക്ടർ മാറിപ്പോയെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, പ്രിയ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പ്രിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഫസ്റ്റ് ചെയ്യുന്ന ഒരു ടെലിഫിലിമിൽ ഞാനായിരുന്നു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ പ്രിയയായിട്ടുള്ള ബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ ഒരിക്കൽ പറഞ്ഞത്, മണി സാർ എന്തെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് വരുന്ന സമയത്തൊരു വിളി എന്തായാലും നിങ്ങൾക്ക് വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വിളി വരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെയും പൊന്നിയിൻ സെൽവനെയും ഇപ്പൊ കണ്ടാൽ അല്ലെങ്കിൽ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ചിലപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ലല്ലേ അതാ ചെറുപ്പത്തില് അല്ലെ, ഒന്ന് പറയൂ. സുബ്രഹ്മണ്യ മറ്റേ നമ്മുടെ ഇതിന്റെ സിനിമ പണ്ടത്തെ ഈ കോടമ്പാക്കമായിരുന്നല്ലോ സിനിമ. തെലുങ്കും തമിഴും ഹിന്ദിയും മലയാളം എല്ലാം കോടമ്പാക്കമായിരുന്നു. കോടമ്പാക്കം ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഒരു പോരൂര് വരെ നമുക്ക് ഒരു 10 കാർ പോകുന്നുണ്ടെങ്കിൽ അതിൽ 8 കാറും സിനിമാക്കാരായിരിക്കും. വേറെ ആരും ആ വഴിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും സ്റ്റുഡിയോസ് മാത്രമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രോഡ് ടീമുകൾ കുറേ അവിടെ ചെറിയ ചെറിയ റൂം എടുത്തിട്ട് വെള്ളയൊക്കെ ഇട്ട് ഡയറക്ടറായിട്ട് അവർ തന്നെ സ്വയം ഡയറക്ടറാവുന്നു, അവർ അസോസിയേറ്റ് ഡയറക്ടറിനെ വയ്ക്കുന്നു. ഏത് പടം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഇങ്ങനെ അപ്പോൾ ഞാൻ പഠിച്ച കോടമ്പാകത്തെ സ്കൂൾ കുറേ സിനിമാക്കാരുടെ മക്കളും ഒക്കെ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലേക്ക് കണ്ണുണ്ടാവും അവന്മാർക്ക്, ഈ ഫ്രോഡുകൾക്കെല്ലാം അവരുടെ കണ്ണുണ്ടാവും. നമ്മൾ അന്ന് നല്ല പൊക്കവും സൈസൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയത്തില്ല അവർ എന്നെ അന്വേഷിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളതല്ല. അപ്പോഴും ചോദിച്ചു, ഇങ്ങനെ ഡയറക്ടർ പന്നീർ സെൽവത്തിൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ ഏതാണ് ഈ പന്നീർ സെൽവം എന്ന് പോലും നമുക്കറിയില്ല. പിന്നെയാണ് ഇവനറിയുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, എന്താ കാര്യം, സാറിൻ്റെ അടുത്ത പടത്തിൽ നിങ്ങളാണ് ഹീറോ ആയിട്ട് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അഡ്രസ് തെറ്റിപ്പോയതായിരിക്കും, ശരിക്കും അഡ്രസ് ചോദിച്ചിട്ട് അന്വേഷിച്ച് പോകുക, ഞാനല്ല അതിനെ പറ്റിയ ആളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പുറകെ നടന്നിട്ടൊക്കെയാണ് ഞാൻ എന്നെ ഇതിലേക്ക് വലിച്ചിടുന്നത്. ആ ഒരു കാര്യം പറഞ്ഞായിരിക്കും. പക്ഷേ അന്ന് അവരോട് നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അവരായിരുന്നു ഒരുപക്ഷെ ഞാൻ ഇത്രയും കാലം കരിയർ തുടങ്ങാൻ കാരണം. ഈ ആ 2 സംവിധായകരുടെ പേരാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്. അതെ, അല്ല ഞാൻ അന്വേഷിച്ച് പോയിട്ടുള്ളതല്ല. ഈ ഫഹദ് ആയിട്ട് അഭിനയിക്കുമ്പോൾ ഒരു കിക്ക് എന്താണ്? ശരിക്കും നമ്മൾ കുറെ അധികം സിനിമകൾ നിങ്ങളൊരു കോംബോ കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമാണ്. ഐ മീൻ ഭയങ്കരമായിട്ട് കണക്ട് ആവും, റിസംബ്ലൻസസ് തോന്നുന്ന ചില മേഖലകളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്താണ് ആ ഒരു കിക്ക് എന്താ ശരിക്കും? കിക്ക് എന്ന് പറഞ്ഞാൽ കംഫോർട്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് എനിക്ക് 2 തരത്തിലും, ലൈക്ക് ബീങ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള തരത്തിലും ഞാൻ ഫഹദിനോട് നല്ല കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. കാര്യം എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഹൈറാർക്കി ഇല്ലാത്തൊരു മനുഷ്യനാണ്. കാര്യം ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ലെവലിലുള്ള ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ആ ഒരു ലീഗിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ സെറ്റിലൊക്കെ വന്ന്, ഇപ്പം ഞങ്ങൾ 4-5 സിനിമ ഒരുമിച്ച് ചെയ്തു, പക്ഷെ എല്ലാ മനുഷ്യരോടും പുള്ളി ഒരേപോലെ പെരുമാറും. ഞാൻ ഫഹദ് ഇന്ന് വരെ ഒരു മനുഷ്യനോടും, ഞാൻ ഇത്ര സിനിമകളിൽ ചെയ്തു, മാലിക്കും ഇതേപോലെ ഞങ്ങൾ ലോങ് ഡ്യൂറേഷൻ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്നുവരെ ഒരാളോട് അരിശപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ അയാളോട് കൂടുതൽ കാര്യം കാണിക്കുക അല്ലെങ്കിൽ പുതിയൊരാളോട് മറ്റേ ആറ്റിറ്റ്യൂഡ് ഇടുക, അതൊന്നുമില്ല. എല്ലാ മനുഷ്യരോടും ഒരേപോലെ പെരുമാറുന്ന ഭയങ്കര അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്.
പിന്നെ എപ്പോഴും നമ്മൾ ഒരു ബെറ്റർ ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ബെറ്റർ ആക്ടറിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നന്നാവും. അപ്പോൾ ആ ഒരു ലക്ഷറി ഈ സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രിയ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അൽത്താഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഈ സിനിമ പുൾ ഓഫ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് ഈ പറയുന്ന ഈ സിനിമക്ക് ഒരു ഡിസൈൻ ഉണ്ട്. ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിൽ ഒരു മീറ്റർ ഉണ്ട്, ഞങ്ങൾക്കൊക്കെ ഒരു സ്പീഡ് എനർജി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല ഗംഭീര ആക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പം നമ്മൾ തന്നെ എടുത്ത് ഇപ്പോൾ ലാൽ സാറാണ് ഈ സിനിമയിൽ ഞങ്ങളുടെ അച്ഛൻ. സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇപ്പോൾ അങ്ങനെ ഒരു 10-35 ആക്ടേഴ്സ് ഉണ്ട്, ഡയലോഗ് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയുടെ ഔട്ട് ഗംഭീരമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ 6-7 മാസം ഒരുമിച്ച് ചിലവഴിച്ച സമയം, ഞങ്ങൾ ഒരുപാട് ടൈം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഏതാണ്ട് ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എൻജോയ്മെൻറ്റും ഞങ്ങളുടെ അതിൻ്റെ മുകളിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടൊരു കാര്യമാണ്. ഡയറക്ഷൻ ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ആക്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ശ്രുതി വരുന്നുണ്ട്, ശ്രുതിയുടെ ഡയറക്ഷനിൽ കൂടി അഭിനയിക്കണം എന്നാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും നിങ്ങളൊരു ഡയറക്ടറെ നമുക്ക് ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളൊക്കെ തൊട്ട് ഇഷ്ടമാണ്. ഈ സിനിമ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഒരു ഡയറക്ടർ സ്കില്ലുള്ള ഒരാൾ പെട്ടെന്ന് മാറി നിൽക്കണം എന്ന് തോന്നാൻ ഒരുപാട് കാലമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് നേരത്തെ തീരേണ്ട പടമായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. അപ്പൊ അതെന്തായാലും തീർത്തു കൊടുക്കണം. അപ്പൊ അത് തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റൈറ്റിംഗ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വൃത്തിയായിട്ട് വന്ന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ അടുത്ത സിനിമ ചെയ്യും. ഓക്കെ, ഈ റോംകോം ഒക്കെ എഴുതുന്ന കുറച്ചധികം എഴുത്തുകാരും ഇപ്പോൾ നിലവിൽ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ കഥകൾ കേട്ടിട്ട് ഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ എഴുതിയത് രണ്ടും സ്വന്തം കഥകൾ തന്നെയാണ്, അതല്ലാതെ ഇല്ല, ഞാനും അനുരാജും കൂടിയാണ് അടുത്ത പടം എഴുതുന്നത്. ഞാൻ പതിയെ എടുത്ത് അനുരാജിലോട്ട് എത്തിക്കുകയാണ്. അനുരാജ് ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഭയങ്കര അല്ലേ? ഇല്ല, അനുരാജ് കുറച്ചുകൂടി, ഞാൻ മടിയനാണ് ബേസിക്കലി. അപ്പൊ എനിക്ക് മനസ്സിൽ വരും. അപ്പൊ ഇത് പേപ്പറിലോട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേന എടുക്കാൻ കൈ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇത് സാധനം എൻ്റെ അടുത്ത് ചോദിച്ച ഡയലോഗൊക്കെ ഞാൻ കാണാപ്പടം പറയും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും. പക്ഷേ ഇത് ഈ പേപ്പറിലോട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗൂഗിളൊക്കെ ഒന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തിട്ട് ഗൂഗിൾ മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ വോയിസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ മറ്റേ എഴുത്ത് പരിപാടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു പ്രാവശ്യം വിളിച്ച് പറഞ്ഞു, എൻ്റെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് തന്നെ പരിപാടി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി അത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സീൻ പെട്ടെന്ന് തന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ റെക്കോർഡ് ആക്കിക്കോളാൻ പറയും. എന്നിട്ട് ഡയലോഗ് എൻ്റെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് പടപടയുന്ന ഡയലോഗ് പറയും. അപ്പോൾ ഒരു സീൻ കഴിഞ്ഞു. അതാണ് പ്രോസസ്സ്. അല്ലാതെ മറ്റേ അവിടെ പോയി മൂന്നാർ പോയിട്ട് റൂം എടുത്ത അവിടെ പോയി ഇനി പനി പിടിച്ച് തിരിച്ച് എഴുതാൻ പോവാന്നൊക്കെ പറഞ്ഞ ആള് ഞാൻ ഫുൾ പാക്ക് ചെയ്ത് ആലുവെത്തി കഴിയുമ്പോ തിരികെ ആലുവെന്ന് ഷേണൈസിൽ ദോശ മേടിച്ചിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ തിരികെ. പിന്നെ എനിക്ക് മനസ്സിലായി പോകൂലെന്ന്. പിന്നെ ഞാൻ പാക്ക് ചെയ്യൂല. പിന്നെ വിളിച്ച് പറയും കുറച്ച് കഴിയുമ്പോ നമ്മള് പോണില്ല. എഴുത്താരനല്ല, ആവശ്യമില്ല. അതൊക്കെ പണ്ടായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഊട്ടി പോയിട്ടൊക്കെയാണ് എഴുതുന്നത്. ഒറ്റയ്ക്ക് മാറിയിരുന്ന് എഴുതണം. ഞാൻ ഞണ്ടിന്റെ കുറെ സീൻസ് ഒക്കെ ഇത് പ്രീമിയർ ലീഗ് കളി കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിലൊക്കെയാണ്, ഫുട്ബോൾ കാണുന്നതിന്റെ ഇടയിലൊക്കെയാണ്. അത് സീനുണ്ടാവും മനസ്സിൽ, ജസ്റ്റ് അതിലോട്ടൊന്ന് പകർത്തിയാൽ മതി. അതാണ് ബേസിക്കലി. കുറെ എഴുത്തുകാരുണ്ട്, അവർക്ക് ലൊക്കേഷനിലത്തെ ആ ബഹളമൊക്കെ വേണം. അതിനെ നടുക്കിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. കുറെ ആൾക്കാരാണ് അങ്ങനെ സെറ്റിൽ എഴുതുന്ന ആൾക്കാർ. എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് പണിക്കർ, ഇവരൊക്കെ സെറ്റിൽ ഇരുന്നിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സീൻ ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ ഡയറക്ടർക്കും അറിയില്ല എന്താ അടുത്ത് എഴുതിക്കൊണ്ടിരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇരുന്ന് എഴുതണതാണ്, ഫ്രഷായിട്ട് അപ്പോൾ കിട്ടും. അതുകൊണ്ട് ആർട്ടിസ്റ്റിനും ഡയലോഗ് പഠിക്കാൻ സമയം കിട്ടത്തില്ല, അപ്പോൾ എഴുതണതാണ് താനും. ശരിക്കും അതൊരു പലരും പല രീതിയിൽ വിമർശിക്കുന്നുണ്ട്, ഒരു പ്രൊഫഷണൽ വേ അല്ല എന്ന് പറയുന്ന ആളുകൾ. അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ, അത് വേറെ ആർക്കും പറ്റില്ല. അത് ഭയങ്കര ധൈര്യം വേണം അതിനകത്ത്. കാരണം ഇത് എഴുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സെറ്റ് മൊത്തം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ ഇവർക്ക് അങ്ങനെ ഇല്ല. ഇവർ 6 മാസം മുമ്പോ 1 വർഷം മുമ്പോ മനസ്സിൽ കരുതിയിട്ടുള്ള അതേ സെൻറ്റൻസ് തന്നെ ഇവരപ്പോൾ എഴുതിക്കൊണ്ടിരിക്കും. അത്രയും തലയ്ക്കകത്ത മെമ്മറി അവർ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ആ പ്രോസസ്സൊക്കെ. ഭയങ്കര ഞെട്ടിക്കുന്ന ഇതാണ് അതൊക്കെ.
വിനയ് ചേട്ടാ എപ്പോഴാ ഒരു റിട്ടേൺ ബൈ വിനയ് ഫോർട്ട് ഒരു സംഭവം ഉണ്ടാവും? പണി ബുദ്ധിമുട്ടാണ് അത്. റിട്ടേൺ ബൈ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഉണ്ടാകുമായിരിക്കാം. കാര്യം ഒരു ആക്ടറിന്റെ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൂടെ പറ്റാറില്ല അല്ലേ? അതായത് നമ്മൾ ആക്ടറായി നിൽക്കുമ്പോൾ ഇപ്പൊ ഞാൻ അൽത്താഫിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷറി എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ക്രീൻ പ്ലേ കിട്ടുമല്ലോ. ഞാൻ സ്ക്രീൻ പ്ലേ പലതവണ വായിക്കും. എന്നിട്ട് ഈ സ്ക്രീൻ പ്ലേ എങ്ങനെ സ്ക്രീനിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് കണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ചെയ്യണം, കണ്ടിന്യൂറ്റി അത് ഇത് നമുക്കതൊന്നും വേണ്ട. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ലൈക്ക് ബ്രില്യൻ ഫിലിം മേക്കേഴ്സിലൂടെ ആസ് ആൻ ആക്ടർ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഓരോ സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അത് ഒരു സിനിമ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഞാൻ ഒരു ആക്ടറാണ്, എൻ്റെ പ്രയോറിറ്റി ആക്ടിങ് ആണ്, ഇതാണ് എൻ്റെ പ്രയോറിറ്റി. പക്ഷേ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മളുടേതായ ഒരു സിനിമ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അത് പെട്ടെന്നും കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ സുരേഷ് ഏട്ടാ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീൽഡ് ഔട്ടായി പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അറ്റ്ലീസ്റ്റ് ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് 1 വർഷം വേണം ലൈഫിൽ. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഫുൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ 550 നടന്മാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്പനി അപ്പോൾ ഈ ആസ് എ ഫിലിം പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ ഫിലിം മേക്കർ നമ്മുടെ ലേണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമയം ഉണ്ടെങ്കിൽ മറ്റേത് എനിക്ക് സംശയമാണ്. റിട്ടേൺ ബൈ എന്ന് പറയുന്നത് സംശയമാണ്. ചിലപ്പോൾ ഞാൻ റിട്ടേണോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഒരു റൈറ്റർ ഉണ്ടാവും. കാര്യം ഞാനൊരു സിനിമയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് സ്ക്രീൻ പ്ലേനെയാണ്, ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ റൈറ്ററിനെയാണ്. ആണ് തീർച്ചയായിട്ടും. കാര്യം എപ്പോഴും സിനിമയിലെ മറ്റ് മേഖലയിലെ ആളുകൾ കാര്യം നമ്മളെ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷറി ഉണ്ട്. നമ്മൾ ആക്ടേഴ്സിനെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന തിരക്കഥയാണ് ഇതിൻ്റെ നട്ടല്. ഇതില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ലൈക്ക് റൈറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സീക്രട്ട് പൊസിഷനാണ്. റൈറ്റേഴ്സിന് കുറച്ചുകൂടി വാലിഡിറ്റി കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് റെസ്പെക്ട് ആൻഡ് ഇൻ ടേംസ് ഓഫ് പേ. അപ്പോൾ അത് വളരെ കാരണം സ്ക്രാച്ചിൽ നിന്നുള്ള തുടങ്ങണത്. സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടും നമുക്ക് മലമറിക്കാം. ഇത് ഈ സ്ക്രാച്ചിൽ നിന്ന് ഇത് എടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഹെർക്യൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും, നമുക്ക് ഇറിറ്റേറ്റഡ് ആവും, നമ്മൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി അതിനൊരു വാല്യൂ കൽപ്പിച്ചാൽ നല്ലതായിരുന്നു. കുറച്ചുകൂടി ഡിസേർവ് ആണ് അവർ. ഞാൻ എന്തായാലും കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ചോദിക്കാം. സുരേഷ് ചേട്ടാ, കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്താ? സിനിമയെന്നോ പുറത്തുനിന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ഒരാൾ അഡ്വൈസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് എന്താ? അങ്ങനെ ഒന്നും ഉണ്ടോ? സാധാരണ ഞാൻ തിരിച്ച് അഡ്വൈസ് ചെയ്യാറേ ഉള്ളൂ. ഇങ്ങനത്തെ അഡ്വൈസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. പക്ഷെ മറ്റു പലരെ ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോ ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ എന്താ പറയാൻ പറ്റുക? നമ്മൾ അങ്ങനെ ഒരു അഡ്വൈസ് ചെയ്യേണ്ട ഒരു നമുക്ക് എന്തെങ്കിലും അങ്ങനെ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു അഡ്വൈസ് നമുക്ക് ആവശ്യം വരുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ 10 പ്രാവശ്യം സ്വയം ആലോചിച്ചിട്ടായിരിക്കും ആ കാര്യം ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറൊരിടത്തിന് തെറ്റ് കാണിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അയാൾക്ക് എന്നെ അഡ്വൈസ് ചെയ്യാമായിരിക്കാം. പിന്നെ എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും പരമാവധി ചില എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തലയ്ക്കകത്തൊരു ഡിസിഷൻ ഉണ്ടായിരിക്കും. അതാണ് ശരിയെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുള്ളൂ. ഇതുവരെയ്ക്കും ശരിയായിട്ടേ ഉള്ളൂ. എൻ്റെ അടുത്ത് എല്ലാവരും പറയണത് നോ പറയാൻ പഠിക്കാന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായം എനിക്കുണ്ട് അൻരാജിനോട്. അൻരാജ് ഭയങ്കര പോസിറ്റീവ് ആളാണ്. അല്ലെ നോ പറയലൊക്കെ ഭയങ്കര കുറവാണ്. നോ പറയല് കുറവാണ്. അതും പറഞ്ഞ് നമ്മൾ പറയുന്ന പരിപാടി നടക്കണമെന്നില്ല, അതും നടക്കൂല. പക്ഷെ നോ പറയൂല. ഞാൻ ഇടക്കിടക്ക് ഞാൻ പൊതുവെ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറിനെ വിളിക്കില്ല, ഫോൺ ചെയ്യൂല, ഡയറക്ടറിനെ ഫോൺ ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അവരുടെ ഒരു. അപ്പോൾ എപ്പോഴും ഞാൻ ഫോൺ ചെയ്യുന്ന നമുക്ക് ഭയങ്കര അടുപ്പമുള്ള സുഹൃത്തുക്കളെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ
ഈ കഴിഞ്ഞൊരു 5 വർഷത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോൺ വിളിച്ചിട്ടുള്ള ഒരു സിനിമയിലെ സുഹൃത്ത്. ഞങ്ങൾ ഒരുപാട് നാൾ ഒരുമിച്ചുള്ളതുകൊണ്ട് അൻരാജായിട്ട് ഭയങ്കര നല്ല സൗഹൃദം ഉണ്ടായി. അപ്പോൾ അൻരാജിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കിട്ടൂല, ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഫോൺ എടുത്താണ്ടല്ലോ 2 ദിവസം ഫോൺ എടുക്കാണ്ട് 3-ാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞാലും നമുക്ക് പരാതി പറയാൻ പറ്റില്ല. അൻരാജ് 2 ദിവസമായിട്ട് ഞാൻ വിളിക്കുകയാണ്, ആ സാധനം പറയാൻ പറ്റില്ല. അതിന് മുമ്പേ പുള്ളി നമ്മളെ ഇത് ചെയ്ത് കളയും, പോസിറ്റീവ് സാധനം ചെയ്തിട്ട്. അങ്ങനെയുണ്ടോ ഒരു അഡ്വൈസ് ആരെങ്കിലും എവിടെന്നെങ്കിലും? അല്ല, നമ്മൾ ഈ പേഷ്യൻസ് കുറച്ചുകൂടി സമാധാനപരമായിട്ട് ഇത്തിരി സമാധാനം കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും ദേഷ്യപ്പെട്ടൂടെ എന്ന്. അത് ദേഷ്യം എന്നൊരു വികാരം ഉണ്ടാവാറുണ്ടോ? ദേഷ്യമൊക്കെ വരും, അത് പ്രകടിപ്പിക്കാറൊന്നുമില്ല. അതൊരു ഭയങ്കര കൺട്രോളിംഗ് പവറാണ്. ഒരു ഇത്തിരി കിട്ടിയിരുന്നെങ്കിൽ അത് ഭയങ്കര അസൂയാവഹമാണത്. അൽത്താഫ് ഇപ്പം നമ്മൾ എത്ര നാളുകളായിട്ടേ. പിന്നെ അൽത്താഫ് പറഞ്ഞ ഒരു പരിപാടി, എനിക്ക് അൽത്താഫിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ട അൽത്താഫ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി മൂവ് ചെയ്തു. അതായത് അൽത്താഫ് പറയുന്നത് എല്ലാവരും മനുഷ്യരാണ്, എല്ലാ ആളുകളും സെറ്റിൽ വരുന്ന എന്തിനാ? അവരവരുടെ ബെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഒരാളോട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ആളെ ഡിസ്ട്രോയ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റേ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പീസ്ഫുൾ ആയിട്ട്, എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ടാണ് തോന്നുന്നത് ഒരുപക്ഷെ ഓടും കുതിര ഇത്ര പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഞങ്ങൾക്ക് സെറ്റ് അഞ്ചു. കാര്യം ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു സിനിമയുടെ ഇടയിൽ. അത് മുഴുവൻ അതിജീവിക്കാനുള്ള കാരണക്കാരിൽ പ്രധാനി മറ്റേ അൽത്താഫ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ ഇത് ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്നൊരു ലൈഫ് വാല്യൂ ഉണ്ടോ? എന്തെങ്കിലും അതെന്താണ്? എന്ത് സംഭവിച്ചാലും ഇത് ഞാൻ നിൽക്കൂല, അല്ലെങ്കിൽ ഇത് ഞാൻ കോംപ്രമൈസ് ചെയ്യൂല, അങ്ങനെ എന്തുണ്ടോ? ഇത്ര ആലോചിക്കണ്ടോ? ഈയിടെയായിട്ടൊക്കെ സമയം ഞാൻ അങ്ങനെ ഇനി വേസ്റ്റ് ചെയ്യില്ല, അങ്ങനെ ഡിസിഷൻ ബോധപൂർവം ഇനി എടുത്ത് തുടങ്ങി. അവിടെ ആൻരാജ് അങ്ങനെ ഒരു എന്ത് വന്നാലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല, അങ്ങനത്തെ എന്തെങ്കിലും? ലഹരിയൊന്നുമില്ല. അങ്ങനെ പൊറോട്ട കഴിക്കില്ല, ഫുഡ് കഴിക്കില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുണ്ട്, അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉള്ളു. ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാത്ത ലൈഫ് സ്റ്റൈൽ ഉണ്ടോ? ഇല്ല, ഞാൻ അത്യാവശ്യം ആരോഗ്യം നോക്കുന്ന ഒരാളാണ്. അതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഇത്തിരി ഹെവി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പകരം ചെന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ശീലമാണ് എൻ്റെത്. ഓക്കെ, എപ്പോൾ കണ്ടാലും കരയുന്ന ഒരു സിനിമയല്ല, സിനിമയിലൊരു സീൻ ഞാൻ എപ്പോൾ കണ്ടാലും ഐ ഫീൽ സാഡ്. ഞാൻ ഒരു പാട്ട് കേട്ടാൽ എനിക്ക് ഭയങ്കര ഇമോഷണലി. അതെന്താണ് ആ പാട്ട്? 1000 കണ്ണുമായി. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താ റീസൺ എന്ന് അറിഞ്ഞൂടാ, അത് ഭയങ്കര നമ്മുടെ ഈ പറയുന്ന സങ്കടം എന്ന് പറഞ്ഞ ഇമോഷനെ ഇവോക്ക് ചെയ്യും. അപ്പം എനിക്ക് സിനിമയിൽ ഏതെങ്കിലും സീനൊക്കെ ഇല്ല ഭയങ്കര ഗ്ലൂമി ഭയങ്കര സാഡ് പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ആ പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബോഡി അങ്ങനെയാവും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മൂഡിലേക്ക് വരും. ഒരു സീൻ മാത്രം കണ്ടിട്ട് കരയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ഇപ്പോൾ പടത്തിൻ്റെ ഫുൾ ഇമോഷൻ അങ്ങനെ വന്നു വരണം. അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ സതയം, തനിയാവർത്തനം, അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ടല്ലോ. അതൊക്കെ നമ്മളിപ്പോൾ കണ്ടാലും അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ അത് മൊത്തം കണ്ടുകൊണ്ടിരിക്കണം. അല്ല ആ സീൻ മാത്രം എടുത്തിട്ട് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് അത്രയും വരില്ല. സിനിമകൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ. ആകാശദൂതുണ്ട്, കുറേ സിനിമകൾ നമുക്ക്. അല്ല അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ കരയൂല. കാഴ്ച എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇമോഷണലാണ്. എനിക്ക് കാഴ്ച എപ്പോഴും കരഞ്ഞതായിട്ട് ഓർമ്മയുള്ള കാഴ്ചയാണ്. പക്ഷെ ഇമോഷണൽ സിനിമ ഏത് കണ്ടു കഴിഞ്ഞാലും നമ്മളെല്ലാം വളരെ പെട്ടെന്ന് തകർന്നു പോകുന്ന ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള അത്യാവശ്യം ക്രേസിനെസ് ഉള്ള നമ്മൾ ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യില്ല. ഈ നമ്മുടെ ഈ സിനിമയുടെ പരിപാടിയിലും നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്രേസിനെസ് ഉണ്ട് സിനിമ ത്രൂ ഔട്ട്. ആരും അങ്ങനെ ഭയങ്കര സട്ടിലായിട്ടുള്ള കമ്പോസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഈ സിനിമകളായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തിയേറ്ററിലൊക്കെ പോയി പടം കാണാൻ ഭയങ്കര പേടിയാണ് എനിക്കിപ്പോഴും. അങ്ങനത്തെ പടങ്ങളാണെങ്കിൽ ഞാനിരുന്ന് കരയും. ചില അപ്പുറത്ത് ആരെങ്കിലും കാണുന്നുണ്ടോന്നൊക്കെ തോന്നി ചമ്മ. അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ആക്ടേഴ്സ് ആകാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതല്ലാത്തൊരു ഇമോഷൻ ഞാൻ എൻ്റെ ബോഡിയിൽ കൂടെ എൻ്റെ ബ്രെയിനിൽ കൂടെ ഇത് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എംപതൈസ് ചെയ്യാൻ പറ്റണം മനുഷ്യരോട്. അല്ലെങ്കിൽ നമുക്ക് എമ്പതി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ആക്ടേഴ്സ് ആകാൻ പറ്റില്ല. ശരി,
അൽത്താഫ് ബാക്ക് ടു ഓടും കുതിര ചാടും കുതിര, ആരൊക്കെയാണ് ഇതിൽ കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ? ബാക്കിയുള്ള ആളുകൾ ഫഫ ഉണ്ട്, കല്യാണി ഉണ്ട്, പിന്നെ സുരേഷ് ഏട്ടനുണ്ട്, ലാലേട്ടനുണ്ട്, ലാലേട്ടൻ, രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് പുതിയ ആർട്ടിസ്റ്റ്, രേവതി എന്ന് പറഞ്ഞ പുതിയ ആക്ടർ എനിക്ക് തോന്നുന്നു കോട്ട ഫാക്ടറിയിലൊക്കെ. പിന്നെ അനുരാജ് ഉണ്ട്, സുധീർ കരമനച്ചേട്ടനുണ്ട്, 35 ക്യാരക്ടർ മറ്റേ ഡയലോഗ് പറഞ്ഞ ആക്ടേഴ്സ് ഉണ്ട്. ബാബു ചേട്ടനുണ്ട്, റാഫി, സാർ ഡയറക്ടർ റാഫി ഉണ്ട്. റാഫി ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അങ്ങനെ കുറച്ച് ക്രേസി ആയിട്ടുള്ള ഒരു പറ്റം ആക്ടേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ശരി, നമുക്ക് കുറഞ്ഞ സമയമാണുള്ളത്. അപ്പോൾ പടം ഓഗസ്റ്റ് 29 ഓണം റിലീസായിട്ട് എത്തുകയാണ്. കണ്ട പോലെ തന്നെ ഭയങ്കര കളർഫുൾ ആവട്ടെ പടം, തിയേറ്ററിൽ തൂക്കിയടിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.